ഈജിപ്തിന്റെ ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ക്ലിയോപാട്രയോളം ആഘോഷിക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടാകില്ല. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ചരിത്ര വനിതകളിൽ മുന്നിലുണ്ട് ക്ലിയോപാട്ര. ഈജിപ്തിന്റെ റാണിമാരിൽ ഏറ്റവും ധീരയായ വനിത, അസാമാന്യ ബുദ്ധി സാമർഥ്യവും നേതൃത്വ ഗുണവും കൈമുതലാക്കിയ വ്യക്തിത്വം, സൗന്ദര്യത്തിന്റെ അവസാന വാക്ക്, അഴകിന്റെ റാണി, ദി ഗോഡസ് ഓഫ് സെക്സ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഇതിഹാസ വനിതയായിരുന്നു ക്ലിയോപാട്ര. ലോകം തന്ത്രശാലിയായ ഭരണാധികാരി എന്ന് വിളിച്ചിട്ടുണ്ട് ക്ലിയോപാട്രയെ. അത്രത്തോളമായിരുന്നു ടോളമി രാജവംശത്തിലെ അവസാന ഫറവോയുടെ ഭരണ മികവ്. എന്നാൽ ക്ലിയോപാട്രയും ജൂലിയസ് സീസറും മാർക്ക് ആന്റണിയും ഉൾപ്പെട്ട ആ കുഴഞ്ഞു പറഞ്ഞ പ്രണയബന്ധം ഈജിപ്തിന്റെയും റോമിന്റെയും ചരിത്രം മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അദ്ദേഹം ഈജിപ്ത് കീഴടക്കുകയും തന്റെ സേനാനായകനായ ടോളമിക്ക് ഈജിപ്തിന്റെ ഭരണം നൽകുകയും ചെയ്തു. ടോളമി 12ാമന്റെ മകളായി BC 69 ക്ലിയോപാട്ര ജനിക്കുന്നത്. ടോളമിയുടെ മരണശേഷം ഈജിപ്തിന്റെ അധികാരം ക്ലിയോപാട്രയുടെ കൈകളിലെത്തി. അധികാരം പുറത്തേക്ക് വിഭജിച്ചു പോകാതിരിക്കാൻ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്ന സിസ്റ്റമായിരുന്നു അന്ന് ഈജിപ്തിൽ ഉണ്ടായിരുന്നത്. തന്റെ 10 വയസ്സുള്ള ഇളയ സഹോദരനായ ടോളമി 13ാമനെയാണ് 18 വയസ്സുള്ള ക്ലിയോപാട്ര വിവാഹം ചെയ്തത്. എന്നാൽ ടോളമി 13ാമൻ ക്ലിയോപാട്രയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുകയും ശേഷം ജൂലിയസ് സീസറുമായി അവർ പ്രണയത്തിലാവുകയും ചെയ്തു. എന്നാൽ ജൂലിയസ് സീസറുമായി പ്രണയത്തിലായ ക്ലിയോപാട്രയുടെ ഉദ്ദേശം തന്റെ ശരീര സൗന്ദര്യം കൊണ്ട് സീസറിനെ മയക്കി അദ്ദേഹത്തെ ടോളമിയുമായി യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുക എന്നതായിരുന്നു. ഈജിപ്ത് പിടിച്ചെടുത്ത ശേഷം സീസർ സ്വന്തം സാമ്രാജ്യമായ റോമിലേക്ക് തിരികെ പോയി. ഈ സമയം കൊണ്ട് ക്ലിയോപാട്ര തന്റെ ഇളയ സഹോദരനായ ടോളമി 14ാമനെ വിവാഹം കഴിക്കുകയും അദ്ദേഹത്തെ കുറച്ചു നാളുകൾക്ക് ശേഷം വിഷം കൊടുത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജൂലിയസ് സീസറിനെ കാണാൻ ക്ലിയോപാട്ര റോമിലേക്ക് പോയപ്പോൾ അദ്ദേഹം ബ്രൂട്ടസിനാൽ വധിക്കപ്പെട്ടു എന്നും ഇപ്പോൾ മാർക്ക് ആന്റണിയാണ് റോമൻ ചക്രവർത്തി എന്നും മനസ്സിലാക്കി. ഇനി ആന്റണിയുമായി ബന്ധം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ തനിക്ക് അധികാരം ലഭിക്കൂ എന്ന് മനസ്സിലാക്കിയ ക്ലിയോപാട്ര അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. മാർക്ക് ആന്റണിയെ അദ്ദേഹത്തിന്റെ മരുമകനായ ഒക്ടേവിയസ് സീസർ ആക്രമിച്ചു കൊലപ്പെടുത്തിയപ്പോൾ അധികാരം നഷ്ടപ്പെടാതിരിക്കാനായി ഒക്ടേവിയസിനെയും ക്ലിയോപാട്ര വശീകരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒട്ടനവധി പുരുഷന്മാരെയാണ് ക്ലിയോപാട്ര തന്റെ മാദകത്വം കൊണ്ട് കീഴ്പ്പെടുത്തിയത്. തന്റെ ശരീര സൗന്ദര്യം ഉപയോഗിച്ച് ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച് ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടവളായി മാറി ക്ലിയോപാട്ര. ലോകം ഇന്നും തിരയുന്ന, കയ്യെത്തും ദൂരത്തെത്തിയാലും പിടിതരാതെ മാഞ്ഞു പോകുന്ന നിഗൂഢതകൾ നിറഞ്ഞ ക്ലിയോപാട്രയുടെ ശവകുടീരം എവിടെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. തന്റെ ശവകുടീരം കണ്ടെത്താൻ മനുഷ്യകുലത്തിന് കഴിയില്ലെന്ന ക്ലിയോപാട്രയുടെ വാക്കുകൾ ഈജിപ്തിൽ എങ്ങും മുഴങ്ങി കേൾക്കുന്നുണ്ട്. എണ്ണമറ്റ ചരിത്രകാരന്മാരും ഗവേഷകരുമാണ് ക്ലിയോപാട്രയുടെ ശവകുടീരം കണ്ടെത്താനായി വർഷങ്ങളോളം അലഞ്ഞത്. ഒരിക്കലും കണ്ടെത്തിയില്ല എന്ന് കരുതിയിരുന്ന പല ശവകുടീരങ്ങളും മമ്മികളും പുറംലോകം കണ്ടെങ്കിലും ക്ലിയോപാട്ര അതേ പ്രതാപത്തോടെയും പ്രൗഢിയോടെയും ഈജിപ്തിൽ എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ മെഡിറ്ററേനിയൻ കടലിന്റെ അടിത്തട്ടിൽ എവിടെയോ. പുരാതന അലക്സാൻഡ്രിയയിലാണ് ക്ലിയോപാട്രയുടെ ശവകുടീരം എന്നാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ. ഈ കണ്ടെത്തൽ നടത്തിയതാകട്ടെ കാത്ലീൻ മാർട്ടിനസ് എന്ന പുരാവസ്തു ഗവേഷകയും. 2024 ഡിസംബറിലാണ് തന്റെ 10 വർഷക്കാലത്തെ തെരച്ചിലിനൊടുവിൽ ചില തെളിവുകളിലേക്ക് കാത്ലീൻ എത്തുന്നത്. അലക്സാൻഡ്രിയയ്ക്ക് പുറത്ത് ഒരു പുരാതന നഗരത്തിൽ ടാബോ സിരിസ് മാഗ്ന എന്ന ആരാധനാലയത്തിന് സമീപം ക്ലിയോപാട്രയുടെ ശവകുടീരം ഉണ്ടെന്നാണ് കാത്ലീന്റെ നിഗമനം. ഈ കണ്ടെത്തലിലെ കൗതുകം എന്തെന്നാൽ ഈ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും മെഡിറ്ററേനിയൻ കടലിന് അടിയിലാണെന്നതാണ്. ടാബോ സിരിസ് മാഗ്നയിൽ നിന്ന് കിരീടമണിഞ്ഞ ഒരു രൂപം കണ്ടെത്തിയതാണ് ക്ലിയോപാട്രയുടെ ശവകുടീരം ഇവിടെ തന്നെ എന്ന നിഗമനത്തിലേക്ക് കാത്ലീനെ എത്തിച്ചത്. ഈ പ്രതിമയുടെ മുഖത്തിന് ക്ലിയോപാട്രയുടെ ഛായയായിരുന്നു. ഇവിടെ നിന്ന് കണ്ടെത്തിയ 337 നാണയങ്ങളിലും ക്ലിയോപാട്രയുടെ മുഖം ആലേഖനവും ചെയ്തിരുന്നു. പല ചരിത്രകാരന്മാരും ഈ വാദം നിഷേധിക്കുന്നുണ്ടെങ്കിലും ക്ലിയോപാട്രയുടെ ശവകുടീരം ടാബോ സിരിസ് മാഗ്നയിൽ തന്നെ എന്ന നിഗമനത്തിൽ ഉറച്ചാണ് കാത്ലീന്റെ ഗവേഷണം. ഈജിപ്തിലെ പ്രമുഖ ദേവതയായ ഒസൈരിസിന്റെ ആരാധനാലയമാണ് ടാബോ സിരിസ് മാഗ്നയിലേത്. ഒസൈരിസിന്റെ അവതാരമായാണ് ക്ലിയോപാട്ര കണക്കാക്കപ്പെട്ടിരുന്നത്. ഈ ആരാധനാലയത്തിൽ 1.5 കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കം ഇടക്കാലത്ത് കണ്ടെത്തിയിരുന്നു. തുരങ്കത്തിന്റെ ഒരു ഭാഗം കടലിനുള്ളിൽ മുങ്ങിയ നിലയിലായിരുന്നു. CE 365 കാലഘട്ടത്തിൽ ഇവിടെ സംഭവിച്ച ഒരു മഹാപ്രളയത്തിന്റെ ബാക്കി പത്രമാണിതെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ഈ പ്രളയം കണക്കിലെടുത്ത് തന്നെയാണ് അലക്സാൻഡ്രിയയ്ക്ക് 25 മൈൽ മാറി ക്ലിയോപാട്ര ഉള്ളതെന്നും അത് ടാബോ സിരിസ് മാഗ്നയിലാണെന്നും കാത്ലീന്റെ നിഗമനം. ഈ തുരങ്കം കണക്ട് ചെയ്യുന്നത് പുരാതന അലക്സാൻഡ്രിയയുടെ അവശിഷ്ടങ്ങളിലേക്കാണെന്നതും ശുഭസൂചനയായി കാത്ലീൻ കണക്കാക്കുന്നു.
ക്ലിയോപാട്രയുടെ ശവകുടീരം കണ്ടെത്തിയാൽ മാർക്ക് ആന്റണിയുടെ ശവകുടീരവും അതിനൊപ്പം തന്നെ കണ്ടെത്താനായേക്കും എന്നതാണ് ചരിത്രകാരന്മാരെ ഭ്രമിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. കാരണം ക്ലിയോപാട്രയ്ക്കൊപ്പം തന്നെ മാർക്ക് ആന്റണിയെയും അടക്കം ചെയ്തിരിക്കുന്നു എന്നാണ് വിശ്വാസം. സർപ്പദംശമേറ്റ് സ്വയം മരിക്കുന്നതിന് മുമ്പ് തനിക്കും ആന്റണിക്കും മരണശേഷം വേണ്ടതെല്ലാം ക്ലിയോപാട്ര പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നു. തങ്ങളെ ഒരുമിച്ച് ഒരു ശവകുടീരത്തിൽ അടക്കണം എന്നതായിരുന്നു ക്ലിയോപാട്രയുടെ ആഗ്രഹം. അതൊരിക്കലും മനുഷ്യകുലത്തിന് കണ്ടെത്താനാവരുത് എന്ന നിർബന്ധവും ക്ലിയോപാട്രയ്ക്ക് ഉണ്ടായിരുന്നു. ഭാവിയിൽ കടലിനടിയിലായേക്കാം എന്ന് മുൻകൂട്ടി കണ്ടാണോ താബോസിഡിസ് മാഗ്നയിൽ ക്ലിയോപാട്രയുടെ ശവകുടീരം ഒരുക്കിയത് എന്ന് ചിന്തിച്ചാലും അതിൽ അതിശയോക്തിയില്ല. കാരണം തുത്തൻ ഖാമന്റേതും കുഫുവിന്റേതുമടക്കം അതിപ്രശസ്തരായ പല ഫറവോമാരുടെയും ശവകുടീരങ്ങൾ കണ്ടെത്തിയപ്പോഴും മറഞ്ഞു കിടക്കുകയാണ് ഈജിപ്തിന്റെ ലോക പ്രശസ്തയായ രാജ്ഞിയുടെ ശവകുടീരം. അത്യാഡംബരപൂർണവും നിഗൂഢവുമായ ശവകുടീരങ്ങളിലാണ് ഈജിപ്ഷ്യൻ ഫറവോമാർക്ക് അവരുടെ പ്രജകൾ വാഗ്ദാനം ചെയ്തിരുന്നത്. ലോക ചരിത്രത്തിൽ ഇന്നോളം കണ്ടെത്തിയിട്ടുള്ള പിരമിഡുകളും മമ്മികളും ഒക്കെ തന്നെ വർഷങ്ങൾ നീണ്ട കടുത്ത വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്ന ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ളവയാണ്. മരണശേഷമുള്ള തങ്ങളുടെ വിശ്രമ ജീവിതം ആരും ഒരു കാലത്തും തടസ്സപ്പെടുത്തരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു ഫറവോമാർക്ക്. ആ പ്രതിജ്ഞ നിറവേറ്റാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു ഈജിപ്തിലെ ഓരോ പൗരനും. രാജാക്കന്മാർ ദൈവങ്ങളാണെന്നും അവരുടെ ആത്മാവിന് മരണമില്ലെന്നും മരണാനന്തര ജീവിതത്തിന് ഭൗതിക സുഖഭോഗങ്ങൾ ആവശ്യമാണെന്നും അന്ധമായി വിശ്വസിച്ചിരുന്ന ഈജിപ്ഷ്യൻ ജനത. അതിനായി അവർ തങ്ങളുടെ രാജാക്കന്മാരുടെ മരണശേഷം അവരുടെ നിത്യോപയോഗ സാധനങ്ങളും പരലോകത്ത് അവർക്ക് ആവശ്യമായി വന്നേക്കാം എന്നവർ കരുതിയിരുന്ന വസ്തുക്കളും അമൂല്യമായ നിധികളും കൊണ്ട് അവരുടെ കല്ലറകൾ നിറച്ചുവെച്ചു. ജീർണിക്കാതിരിക്കാൻ വൈവിധ്യമാർന്ന വസ്തുക്കൾ പുരട്ടി മമ്മി എന്ന് വിളിച്ച ശരീരങ്ങൾക്ക് മുന്നിൽ പിരമിഡുകൾ തല ഉയർത്തി നിന്നു. അവയ്ക്ക് പിന്നിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം അതിന്റെ എല്ലാ പ്രൗഢിയിലും ശാന്തമായി ഉറങ്ങി. ക്ലിയോപാട്രയുടെ മമ്മിയോ ശവകുടീരമോ ഇതുവരെ കണ്ടെത്താനാവാത്തതിന് പിന്നിൽ അന്ധവിശ്വാസവും മിത്തുമൊക്കെ കൂട്ടിക്കലർത്തി കഥ മെനയുന്നവർ ഏറെയുണ്ട്. ശാഠ്യക്കാരിയായ ഭരണാധികാരിയായിരുന്നു ക്ലിയോപാട്ര. തനിക്ക് വേണ്ടതെന്നും ഞൊടിയിടയിൽ കൺമുന്നിൽ എത്തിക്കാൻ കെൽപ്പുള്ള രാജ്ഞി. അത്തരമൊരു രാജ്ഞിക്ക് തന്റെ ശവകുടീരം ആരും കാണരുതെന്ന ശാഠ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും എന്ന് വാദിക്കുന്നവരാണ് ഭൂരിഭാഗവും.